ആദ്യത്തെ പ്രോമിസ് ആയിരുന്നു. ആദ്യത്തെ പ്രോമിസ് പൂർത്തീകരിക്കാൻ ബഹുമാനപ്പെട്ട MLA മുൻകൈ എടുത്തിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. ഔദ്യോഗികമായുള്ള ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. MLAയുടെ പ്രത്യേക താല്പര്യപ്രകാരം മാത്രം ഉണ്ടായ ഒരു പരിപാടിയാണ്. ഞങ്ങൾ ഒരുപാട് അഭിമാനിക്കുന്നു. അറിഞ്ഞാലും ഇല്ലെങ്കിലും അറിയാതെ നമ്മുടെ പ്രചരണങ്ങൾ തുടങ്ങിയ സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത്. ഇവിടെ ഈ നിങ്ങളുടെ ഈ ഭൂമിയിൽ നിന്നാണ് നമ്മൾ ഈ വർത്താനം പറഞ്ഞു തുടങ്ങുന്നത്, ആളുകളെ കാണുന്നത്. ആദ്യത്തെ പ്രോമിസ് ആയിരുന്നു. ആദ്യത്തെ പ്രോമിസ് പൂർത്തീകരിക്കാൻ ബഹുമാനപ്പെട്ട MLA മുൻകൈ എടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നീടുള്ള തുടർച്ചകളിലേക്ക് പ്രിയപ്പെട്ട സിദ്ദിഖാക്കും ഇവിടെ ഉണ്ട്, ഞാനുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി മുന്നോട്ട് പോകാമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവിധ നന്ദിയും. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇനി ഇത് നമുക്ക് തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിന്റെ തുടർച്ചയ്ക്കും ഞങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി. കേട്ടില്ലേ? കൊടുക്കാണ് കേട്ടോ. ബാക്കിയുള്ള മെമ്പറും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറും കൂടി ഉണ്ടാക്കി തരും. ജില്ലാ പഞ്ചായത്ത് മൂന്നാട്. പിന്നെന്താ? ഓക്കെ. പിന്നെ ഇവരുടെ ആദ്യത്തെ ഒഫീഷ്യൽ പരിപാടി അതെ. അത് ഈ പ്രദേശം ഐശ്വര്യമുള്ള പ്രദേശം, അതുകൊണ്ടാ സമ്മതിച്ചു. ഓക്കെ. അങ്ങനെ മങ്കട മണ്ഡലത്തിൽ ഇതേപോലെ റോഡ് പിന്നെ ഉണ്ടെന്നുള്ളത് വലിയ ദുഃഖകരമായിട്ടൊരു സ്ഥിതിയാണ്. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ തന്നെ ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട്, ഇലക്ഷനുണ്ട്, മത്സരിക്കുന്നുണ്ട്, ജയിപ്പിക്കണം നിങ്ങളെല്ലാവരും. ഈ റോഡ് ഞാൻ എങ്ങനെയെങ്കിലും ആയിട്ട് പൂർത്തീകരിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സിദ്ദീഖ് നമ്മുടെ മെമ്പർ, അദ്ദേഹം 400 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചത്. നമ്മുടെ നജ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. അന്ന് ഞാൻ വെറുതെ ഒരു ഹിന്റ് കൊടുത്തിരുന്നു, ജയിക്കുകയാണെങ്കിൽ ചിലപ്പം വലിയ ഒരു ഉയരത്തിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ പോയി. നമ്മുടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലല്ലോ, കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അവര് നല്ല വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഭൂരിപക്ഷം എത്ര? 3760. അപ്പൊ അതെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുമാരൻ, അദ്ദേഹം നല്ല വോട്ട് ജയിച്ചു. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഗംഭീരമായിട്ട് വിജയിപ്പിച്ചെന്നതാണ് സത്യം. എല്ലാവരോടും ഒരുമിച്ച് നമ്മുടെ കക്ഷി രാഷ്ട്രീയം എന്നവർ നോക്കിയില്ല. ഈ റോഡ് ആവശ്യമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഞങ്ങൾ സഹായിച്ചു. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവരൊന്നും ആവശ്യപ്പെടാതെ തന്നെ ഞാൻ ഒരു 2-3 ദിവസം മുമ്പേ നമ്മുടെ ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഇവിടെയാണ് നമ്മൾ ശരിക്കും തുടങ്ങിയത്, ഒരു ഐശ്വര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്കുള്ള ഫണ്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ടിൻ്റെ ആ ലെറ്ററൊക്കെ ഞങ്ങൾ എഴുതിയിട്ട് കലക്ടർക്കുള്ള ലെറ്ററാണ് ഞാൻ മെമ്പർക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ഒരു സംശയമില്ല. ഇത് ഇപ്പോൾ 5 ലക്ഷം കൊടുക്കുന്നത്, പക്ഷേ ബാക്കിയുള്ള എത്ര സംഖ്യ വരുന്നത് എസ്റ്റിമേറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എസ്റ്റിമേറ്റ് ഒക്കെ വരുന്ന മുറക്ക് ബാക്കിയുള്ള സംഖ്യ മുഴുവനും കൊടുത്ത് ഈ റോഡ് മനോഹരമാക്കി പൂർത്തീകരിക്കുന്നതാണ് എനിക്ക് പറയുന്നത്. പറഞ്ഞാണെന്നാണ് കൂട്ടിയതെങ്കിലും MLA പറഞ്ഞില്ലേ. അപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തി വളരെ സന്തോഷമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നജ്മയുടെ കാര്യപ്രാപ്തി കൊണ്ട് കഴിയുമെന്നാണ് എല്ലാ നേതാക്കളും എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം ഒരുപക്ഷെ ജനങ്ങൾക്കൊരു വാക്ക് കൊടുക്കുന്നു, MLA ഉൾപ്പെടെ എല്ലാവരും വന്നിട്ട് വാക്ക് പാലിക്കുന്നു.